മനോജ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് പ്രേക്ഷകരെ അറിയിക്കാനുണ്ടല്ലോ, ഭക്തരെ അറിയിക്കാനുണ്ടല്ലോ. ശബരിമലയിൽ എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനനപാത വഴി എത്തുന്നവർക്ക് പരിഗണന നൽകാനുള്ള തീരുമാനം. സന്നിധാനത്ത് ക്യൂ നിൽക്കാതെ അവർക്ക് ദർശനം നടത്താമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എരുമേലിയിൽ നിന്ന് അയ്യപ്പന്മാർക്ക് പ്രത്യേക പാസ് നൽകുമെന്നറിയുന്നു. ഈ തീരുമാനം വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ ആലോചനയുണ്ട്. അതേസമയം എരുമേലിയിൽ നിന്നല്ലാതെ ഇവർക്ക് ടോപ്പിൽ നേരത്തെ ഒരു പ്രേക്ഷകന്റെ കമന്റ് ആയിരുന്നു, മറ്റൊരിടത്ത് കുറച്ചുകൂടി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ പാസ് നൽകിയാൽ നന്നായിരുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും വരും ദിവസങ്ങളിൽ തന്നെ ആ തീരുമാനം നടപ്പിലാകുമെന്ന് തന്നെയാണ്. കാരണം ഈ കാനനപാത വഴി, പരമ്പരാഗത കാനനപാതയാണ് ഈ എരുമേലി വഴി എത്തുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ, അതായത് എല്ലാ മണ്ഡലകാലത്തും ഇവിടേക്ക് ആ കാനനപാത വഴി ഭക്തരെത്തുന്നുണ്ട്. അവരുടെ എണ്ണം നോക്കുന്ന സമയം, അതായത് ഒരു ശരാശരി 1000-1500 പേരൊക്കെയാണ് ഇവിടെ നിന്നും കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അവർ അത്രയും ദൂരം, അതായത് കിലോമീറ്ററുകളാണ്, 30-40 കിലോമീറ്ററുകളൊക്കെ കഴിഞ്ഞ് നടന്ന് എത്തുന്നവരുണ്ട്. അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയ ശേഷം ഇവിടെ വന്ന് ക്യൂ നിന്നുകൊണ്ട് ഇവിടെ ഒരു കാത്തിരിപ്പ്, അത്തരത്തിലൊരു കാത്തിരിപ്പ് ഇനി ആവശ്യമാണോ എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗമുണ്ടായിരുന്നു. അതിൽ കൃത്യമായും പല ആവശ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. അതിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അതായത് ഈ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ ക്യൂ ഇല്ലാതെ തന്നെ നേരിട്ട് അയ്യൻ്റെ മുന്നിലേക്ക് എത്തി ദർശനം നടത്തുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ആലോചനയായിരുന്നു നടന്നത്. അതിൽ തന്നെ നിലവിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് എരുമേലി വഴി എത്തുന്ന, ഈ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒന്നുകിൽ ഈ കയ്യിൽ എന്തെങ്കിലും അടയാളം, ബാൻഡ് പോലുള്ള എന്തെങ്കിലും അടയാളമോ അല്ലെങ്കിൽ മറ്റൊരു അവിടെ നിന്നും എന്തെങ്കിലും ഒരു പാസ് നൽകിക്കൊണ്ട് ഇവിടെ എത്തുമ്പോൾ അത് കൃത്യമായും കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് ഈ നേരത്തെ തന്നെ ഈ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അയ്യപ്പ ഭക്തരൊക്കെ ഇങ്ങോട്ടേക്ക് ആ ഒരു വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടുമായി ആ മല ചവിട്ടി, അതായത് സാധാരണ വരുന്നത് പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങളാണ് കൂടുതൽ അധികമായി ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കാനനപാത വഴി ചുരുക്കം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരെ ഇവിടെ നിർത്തി അങ്ങനെ കാത്തിരിപ്പിലേക്ക് കടക്കണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അധികൃതരും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഉടൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഇത് നടപ്പിലാക്കുന്ന വിധം എങ്ങനെയാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. രണ്ട് വിധത്തിലാണ്. ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും അടയാളം അല്ലെങ്കിൽ പാസ് നൽകുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ അക്കാര്യം നടപ്പിലാക്കും. അതോടുകൂടി തന്നെ ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് കൂടുതൽ സമയം ഇവിടെ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അവർക്ക് വേഗം തന്നെ ദർശനം നടത്താം. ഈ സാധാരണയായി കാനനപാത വഴി അയ്യപ്പനെ ദർശിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സും ശരീരവും എല്ലാം തന്നെ ആ ഒരു അയ്യപ്പൻ എന്നുള്ള വികാരത്തോടു കൂടി അവർ ആ വ്രതം നോറ്റുകൊണ്ട് ആ ഒരു അയ്യപ്പ ദർശനം പൂർണ്ണമാകുകയാണ് അതുവഴി. കാരണം നമുക്കൊക്കെ അറിയാം കാനനവാസനാണ്. അപ്പോൾ കാനനവാസന കാണുവാൻ വേണ്ടി ആ കാനനപാതയിലൂടെ കല്ലും മുള്ളും ചവിട്ടിയാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക, അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന ആ ഒരു ഭക്തജനങ്ങൾക്ക് അതിൽ കൊച്ചുകുട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ പ്രായമേറിയവരുണ്ട്. അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ ഇവിടെയുള്ള അധികൃതരുടെ ഉത്തരവാദിത്വം. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ മണ്ഡലകാലത്ത് തന്നെ ഇത് നടപ്പിലാക്കണം എന്നുള്ള ഒരു ആലോചനയിൽ തന്നെയാണ്. തീരുമാനം എന്തായാലും ആയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം അത്തരത്തിൽ വരുന്ന ഭക്തജനങ്ങൾ തന്നെയാണ് ഈ ഒരു ആവശ്യവും, അതായത് അവരിവിടേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക്, നമുക്ക് ഈ ഒരു മണ്ഡലകാലത്ത് അറിയാൻ സാധിക്കും, വലിയ തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഓരോ മണ്ഡലകാലത്തും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ കാനന പാതയിലൂടെ വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇനി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് അവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നത്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇനിയും അവരെ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ, അത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഓരോ ദിവസവും 80,000-ഉം 85,000-ത്തിനൊക്കെ അടുത്ത് ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നു. അപ്പോൾ അവർക്കിടയിലേക്ക് എത്താതെ, അതായത് ഈ കാനനപാത വഴി എത്തുന്നവരെ മറ്റൊരു വഴിയിലൂടെ ക്യൂ നിൽക്കാതെ ഈ സന്നിധാനത്തേക്ക് കയറ്റി സോപാനത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് ഇനി വരും ദിവസങ്ങളിൽ നടപ്പിലാവാൻ പോകുന്നത്. ശരി മനോജ്, ഇങ്ങനെ എന്തെല്ലാം തീരുമാനങ്ങൾ ഈ
മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വീകരിക്കാമായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഭക്തരെ അങ്ങ് ബുദ്ധിമുട്ടിക്കുക, അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്. ഏതായാലും തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം സ്വാഗതാർഹമാണ്. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളായി ഇപ്പം അവിടെ അനുഭവിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ റിപ്പോർട്ടർമാർ. അതിലൊക്കെയും ഇടപെട്ട് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുന്നുണ്ടല്ലോ, അതുകൊണ്ട് സ്വാഭാവികമായി നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ഭക്തർക്ക് സുഗമമായ ദർശന പുണ്യം ലഭിക്കട്ടെ. ധനുമാസ പുലരിയിൽ നമ്മൾ കണ്ടതാണ് നല്ല കാലാവസ്ഥ, തെളിഞ്ഞ അന്തരീക്ഷം, ധാരാളം ഭക്തർ. സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങളാണ് മനോജ് നൽകിയത്.